കണ്ണൂരിൽ CPM ഫണ്ട് തട്ടിപ്പ് തുറന്നു പറഞ്ഞ ജില്ലാ നേതാവ് വി കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും CPM പ്രവർത്തകർ പുറത്താക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പ്രവർത്തകർ കൂട്ടമായി എത്തിയത്. കുഞ്ഞികൃഷ്ണൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു CPM പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് മുദ്രാവാക്യം വിളിച്ചത്. അതേസമയം കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം ഉച്ചയ്ക്ക് ശേഷമുണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള നൽകും. മിഥുൻ, ഒന്ന്, ഈ രക്തസാക്ഷി ഫണ്ടാണ് തട്ടിയെടുത്തിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്ന് തന്നെ കൈയിട്ട് വാരിയ കാര്യം തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയാണ് കുഞ്ഞികൃഷ്ണൻ. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കായികമായി നേരിടുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രകോപനം കൂടി ഈ CPM കേഡറുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണോ? തീർച്ചയായും ഗൗതം, അത് തന്നെ വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ നടപടി, ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടി റിപ്പോർട്ട് ചെയ്യുകയും ഉച്ചയ്ക്ക് 3:30 നമുക്കറിയാം 1.5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ യോഗം പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ ഈ ഒരു നടപടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 3:30 അദ്ദേഹം മാധ്യമങ്ങളെ പാർട്ടി ഓഫീസിൽ കാണും. അതിനിടെയാണ് ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ്റെ പയ്യന്നൂരിലെ വീടിന് മുന്നിൽ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഒരു പ്രതിഷേധവുമായി CPMൻ്റെ പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വി കുഞ്ഞികൃഷ്ണൻ അവിടെ ഒരു കല്യാണത്തിന് പോയ സമയത്താണ്, വീട്ടിലില്ലാത്ത സമയത്ത് ഇത്തരത്തിൽ സംഘടിച്ചെത്തി CPMകാർ മുദ്രാവാക്യം വിളിക്കുകയും അതുപോലെ തന്നെ പടക്കം പൊട്ടുകയും ചെയ്ത് ഒരു വലിയ പ്രകോപനം ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. ഈ സംഭവത്തെ തുടർന്ന് കുഞ്ഞികൃഷ്ണൻ്റെ വീടിന് സുരക്ഷ വർദ്ധിപ്പിക്കാനൊരു തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോലീസ് കുറച്ചധികം പോലീസുകാരെത്തി ഇവിടെ സുരക്ഷ ഒരുക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇതിനെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ തുറന്നു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ അവർ എന്തായാലും വെറുതെ വിടുമോ എന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകളും നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടായ അനുഭവം കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യം CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ പരാജയമുണ്ടായി. അതുകൂടാതെ ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ CPMനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ വീണ്ടും അശാന്തി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി CPMന് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി അക്രമ രാഷ്ട്രീയത്തിന്റെ വാർത്തകൾ അവിടെ നിന്ന് മിഥുന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ DYFIയുടെ ഒരു മുദ്രാവാക്യം കേട്ടു. കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ വാൾ തേച്ചുമിനിക്ക് വീണ്ടും വെച്ചിരിക്കുന്നുവെന്ന്. BJP മാർച്ചിന് നേരെ അക്രമം നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കുന്നു. തീർച്ചയായും ഗൗതം, അതായത് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ അക്രമം കൊണ്ട് പ്രതിരോധിക്കാൻ CPM നേതൃത്വം തയ്യാറാകുന്നു എന്നൊരു സൂചന തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ MLAക്കെതിരെ ഒരു പ്രതിഷേധ പരിപാടി പയ്യന്നൂർ നഗരത്തിൽ BJP നടത്തുന്നു. ആ പ്രകടനത്തിന് നേരെ വലിയ തോതിൽ സംഘടിച്ചെത്തി CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നു. നിരവധി BJP പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വൈകുന്നേരമാണ് പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സമ്മേളനം, DYFIയുടെ പാനൂർ ബ്ലോക്ക് കമ്മിറ്റി സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പൊയിലൂർ എന്ന പ്രദേശത്ത് DYFIയുടെ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ഒരു പ്രകടനം നടത്തുന്നു. ആ പ്രകടനത്തിൽ വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് DYFIക്കാർ രംഗത്ത് വരുന്ന സാഹചര്യം. അതായത് കതിരൂർ മനോജ് എന്ന RSSൻ്റെ കരുത്തനായ ഒരു കാര്യകർത്താവിനെ അവർ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. ആ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്ന് ആ കൊലപ്പെടുത്തിയ കത്തി തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും അത് തങ്ങൾ വേണമെങ്കിൽ പ്രയോഗിക്കുമെന്നൊരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു വളരെ പ്രകോപനകരമായ ഒരു മുദ്രാവാക്യം തന്നെയാണ് അവർ വിളിച്ചത്. പല സ്ഥലത്തും ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. പിണറായിയിൽ സംഘർഷം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഈ സംഭവത്തെ, അതായത് കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ പാർട്ടി നേതൃത്വത്തിനുണ്ടാക്കിയ ഡാമേജ് മറികടക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണെന്നൊരു സംശയം തന്നെയാണ് ഈ അവിടെയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളിലൂടെയും വെല്ലുവിളികളുടെയും സൂചന നൽകുന്നത് ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് CPM. ഒരുപക്ഷെ ഇന്നിപ്പോൾ കണ്ണൂരിൽ ചേരുന്ന CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിക്കൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കും. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ വസ്തുത പുറം ലോകത്ത് തുറന്നു പറഞ്ഞു എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വേട്ടയാടുന്ന നീക്കം കണ്ണൂരിലെ CPM കേഡർമാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകിയത് മിഥുൻ പിള്ളയാണ്.